ശാസ്താംകോട്ട പോരുവഴി കമ്പലടി ഗവൺമെന്റ് LPSലെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. 87 ലക്ഷം രൂപയുടെ സർക്കാർ പദ്ധതിയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. പോരുവഴി കമ്പലടി ഗവൺമെന്റ് LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു കഴിഞ്ഞ നമ്മുടെ വിദ്യാലയ മുത്തശ്ശിയാണ്. നമ്മുടെ വിദ്യാലയ മുത്തശ്ശിക്ക് ഒരു പുതിയ സ്കൂൾ കെട്ടിടം അനുവദിച്ചു. അത് 6 വർഷത്തോളമായുള്ള കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നാളെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ശാസ്താംകോട്ട പോരുവഴി കമ്പലടി ഗവൺമെന്റ് LPSലെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 4-ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. പ്ലാറ്റിനം ജൂബിലി പിന്നിട്ട സ്കൂളിൽ 87 ലക്ഷം രൂപയുടെ സർക്കാർ പദ്ധതിയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. ഉല്ലാസ് കോവൂർ MLA അധ്യക്ഷത വഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിനു I നായർ പറഞ്ഞു. പോരുവഴിക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്ന പോരുവഴി ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം കമ്പലടി LPS നാളെ വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അവർകളാണ് സ്കൂള് നമുക്കായി ഉദ്ഘാടനം ചെയ്ത് നൽകുന്നത്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയാണ്. കൂടാതെ എല്ലാ ജനപ്രതിനിധികളും ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു മഹാ ഉദ്ഘാടന വേളയിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. 2016 മുതൽ നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗവൺമെൻറ് HSS പോരുവഴിയിൽ നടന്ന ഒരു ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന C രവീന്ദ്രനാഥ് പങ്കെടുക്കുകയും അദ്ദേഹത്തോട് നമ്മൾ കമ്പലടി LPSൻ്റെ ശോചനീയാവസ്ഥ അറിയിക്കുകയും അങ്ങനെ അദ്ദേഹം ബഡ്ജറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ബഹുമാന്യനായ അന്നത്തെ കുന്നത്തൂർ MLA ആയിരുന്ന ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLAയുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് 87 ലക്ഷം രൂപ അനുവദിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.